വേപ്പെണ്ണ എങ്ങനെ വെള്ളത്തിൽ ലയിപ്പിക്കാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു വീഡിയോ. ശകലം വേപ്പെണ്ണ എടുത്ത് ഇത് നമ്മൾ വെള്ളത്തിലോട്ട് ഒഴിക്കുകയാണ്. ഇത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. വേപ്പെണ്ണയാണിത്, ഒറിജിനൽ വേപ്പെണ്ണയാണ്. നമ്മൾ ആ വെള്ളത്തിലോട്ട് ഒഴിക്കുകയാണ്. ഇത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. നമ്മളിനി ഇത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാതെ ഇരിക്കാൻ ലയിപ്പിക്കുകയാണ്. വെളിച്ചെണ്ണ നമ്മൾ വേറൊരു കുപ്പിയിലോട്ട് എടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള വേപ്പെണ്ണ നമ്മൾ ഇത്രയും വേപ്പെണ്ണ നമ്മൾ കുപ്പിയിലോട്ട് ഒഴിച്ചു. ഇതിന് അപ്സ 80 ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. നമുക്കൊരു അധികം വേണ്ട. ഓക്കെ, അപ്സ ഒഴിച്ചിരിക്കുകയാണ്. ഇനി നമ്മളിത് മിക്സ് ചെയ്യാൻ പോകണം. കുലുക്കി മിക്സ് ചെയ്യണം. കുലുക്കി മിക്സ് ചെയ്ത് ഒരു ഇച്ചിരി കൂടെ കുറുകിയതായിട്ട് നമുക്ക് കാണുന്നുള്ളൂ. ഇനി നമുക്കിതിനകത്ത് വെള്ളം ചേർക്കുകയാണ്. വെള്ളം ചേർക്കുമ്പോൾ അതിൻ്റെ നമ്മൾ എടുത്ത വേപ്പെണ്ണയും അപ്സയും ഒഴിച്ചതിനകത്തേക്ക് നമ്മൾ വെള്ളം ചേർക്കുകയാണ്. വെള്ളം ചേർക്കുമ്പോൾ തന്നെ അതിന് മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മൾ വെള്ളം ചേർത്ത വേപ്പെണ്ണയും അപ്സയുമാണ്. ഇനി നമ്മളിത് കുലുക്കി ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ഇത് കുലുക്കാൻ പോവാണ്. കുലുക്കിയ ഒരു ലായനിയാണ്. പാല് രൂപത്തിലായിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ വേപ്പെണ്ണയും അപ്സയും കൂടെ ഒഴിച്ച് നമുക്ക് ആവശ്യത്തിലുള്ള വേപ്പെണ്ണ എടുത്തു. അതിനകത്ത് കുറച്ച് അപ്സയും നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഏലത്തിന് അടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മളെ ഏലത്തിന് അടിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഏലത്തിൻ്റെ പൂപ്പലും കാര്യങ്ങളൊക്കെ ഇതാണ്. ഞാൻ വെള്ളത്തിലോട്ട് ഒഴുക്കി നമ്മുടെ കുറ്റി കലക്കി വെച്ചിട്ട് മിശ്രിതത്തിലോട്ട് ഒഴിക്കുകയാണ്. കണ്ടോ, വെള്ള കളറാണ്. ഇനി എവിടെയെങ്കിലും കണ്ടോ വേപ്പെണ്ണ പൊങ്ങി കിടക്കുന്നുണ്ടോ നോക്കി. വേപ്പെണ്ണ ഇല്ല, മിക്സ് ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ നമ്മൾ ഈ വേപ്പെണ്ണ ചേർത്ത ലായനി കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ 1 ലിറ്ററിന് തന്നെ 700-800 രൂപ വില വരുന്നുണ്ട്. ഇത് നമുക്ക് ഒറിജിനൽ വേപ്പെണ്ണ, ഇത് നമ്മുടെ ആവശ്യത്തിന് അധികം ചേർക്കണ്ട. നമുക്ക് ഒരു കുറ്റിക്ക് എന്തെങ്കിലും ആവശ്യമുള്ളത് അത് ചേർത്ത് നമുക്ക് ഏലത്തിൻ്റെ പൂപ്പലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏലത്തിന് നല്ലതാണ്. മരുന്നിൻ്റെ കൂടെ തന്നെ ഇത് ചേർത്ത് അടിക്കാവുന്നതാണ്. ഇത് അറിയാവുന്നവർ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്.